വീട്ടിൽ സാധാരണക്കാരിയായിട്ടോ സാധാരണക്കാരായിട്ടോ നമ്മൾ ഈ വീടിന്റെ പുറത്തട്ടെ എന്ന് നോക്കിയാൽ പൊളിഞ്ഞ് അവിടെ ഇവിടെ പൊളിഞ്ഞു കിടക്കുന്നില്ല. ഇവിടെ ഓക്കെ ഇതൊരു 10 വർഷമായ വീടാണെന്ന് പറഞ്ഞാൽ അന്തസ്, പിന്നെ മിനിമം ഒരു 5 വർഷമായെന്ന് പറഞ്ഞ വീടാണെങ്കിലും അന്തസ്. യെസ്, നമ്മളിപ്പോൾ ആരെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നത് വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നത്. അതായത് നമ്മുടെ രേണുസുദിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു രേണുസുദിക്ക് കൊടുത്ത കിട്ടിയ വീടിനെ കുറിച്ചുള്ള കാര്യം. ഇതിന് പ്രതികരിച്ചുകൊണ്ട് മറ്റേ സുധിയുടെ മോൻ അതായത് കിച്ചു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു 2 ദിവസം മുന്നേ. ഒരു ലൈവ് വീഡിയോയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ആണ് കുറച്ച് പേര് കണ്ടിട്ടുണ്ടാവും. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം. വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ വീട് വെക്കാൻ സ്ഥലം സംഭാവന ചെയ്തവർക്കും ആ സ്ഥലം കൊടുത്ത ആൾക്കും ഡെഡിക്കേറ്റ് ചെയ്യാൻ പറയണം. ഞാൻ ഇതുവരെയായിട്ടും വീട് വെച്ച് തന്നവർക്കും അല്ല, ഞാൻ പറയട്ടെ, കാര്യം പറയട്ടെ. ഞാനൊരു ഇതായിട്ട് ഇതുവരെ പറഞ്ഞിട്ടുമില്ല. എന്തായാലും പറഞ്ഞിട്ടുള്ളത് എന്റെ പേരിലെന്നാ തന്നേക്കുന്നത്. ഞാൻ ഇതായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുമില്ല. ഫിറോസൊക്കെ ആണെങ്കിലും എനിക്കിടയ്ക്ക് മെസ്സേജ് ഇടാറുണ്ട്. പറഞ്ഞിട്ടില്ല. ഇപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നമ്മുടെ കാര്യം തന്നെ, നമ്മളാണ് ചെയ്തു. അവരുടെ ഒന്നും ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വമല്ല, അവരങ്ങനെ ഒരു മനസ്സ് വെച്ച തന്നെ നല്ലൊരു കാര്യം. എന്താ നമുക്കൊരു വീടില്ലാത്ത സമയത്ത് വീട് തന്നതും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറുക്കനുള്ള വിവരം പോലും രേണുസുതിക്കില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. അതായത് ശാരികയൊക്കെ വലിയ കാര്യമായിട്ട് പറയുന്നുണ്ട്. അതായത് 1 വർഷം കഴിഞ്ഞ വീടാണോ, 1 വർഷം കഴിഞ്ഞ വീടാണെങ്കിൽ ഇങ്ങനെ പറയാം, ഒരു 5 വർഷം കഴിഞ്ഞ വീടാണെങ്കിൽ പിന്നെയും പറയാം. ഷാരിക എന്നത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട് ഇവർക്ക് കൊടുത്തത് അതായത് പൈസയ്ക്കല്ല, അതായത് ഫ്രീ ആയിട്ട് അവർ സ്ഥലവും ഈ സാധനവും നല്ല ഒന്നാന്തരമായിട്ട് കെട്ടിയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അല്ലറ ചില്ലറ പണികൾ എല്ലാ വീട്ടിലും വരും. അതിപ്പോൾ 1 വർഷം കഴിഞ്ഞ വീടാണെങ്കിൽ 2 വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ അല്ലറ ചില്ലറ ചെറിയ ചെറിയ പണികളും ആ പറയുന്ന കേട്ടത്തൊന്നും മറ്റേ വീട് മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞു. ഇപ്പോൾ ഈ പറയുന്ന ആൾക്കാർ എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടോ? എന്തെങ്കിലും സഹായം മറ്റേ ഈ രേണുസുതിക്ക് എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ചെയ്തു കൊടുത്തവരെ കുറ്റം പറയുന്നതിൽ എന്താ കാര്യം? ബാക്കിയും കൂടെ കാണാം ചെറുക്കൻ്റെ വീഡിയോ. ഞാനൊരു ഇതായിട്ട് ഇതുവരെ പറഞ്ഞിട്ടുമില്ല. എന്തായാലും പറഞ്ഞിട്ടുള്ളത് എന്റെ പേരിലെന്നാ തന്നേക്കുന്നത്. ഞാൻ ഇതായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുമില്ല. ഫിറോസൊക്കെ ആണെങ്കിലും എനിക്കിടയ്ക്ക് മെസ്സേജ് ഇടാറുണ്ട്. അതായത് ഈ ചെറുക്കന് എവിടെയും പ്രശ്നമില്ല. അതായത് ഈ ചെറുക്കൻ ആ വീട്ടിൽ താമസിക്കുന്ന യാതൊരു കുഴപ്പമില്ല. അതായത് രേണുസുതിക്കാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉള്ളത്. ഈ വീട് ശരിക്കും കൊടുത്തത് ഈ ചെറുക്കനും അതായത് ഇവരുടെ കൊച്ചുങ്ങൾക്ക് അനാഥമായിട്ട് പോകണ്ടല്ലോ എന്ന് കേട്ട് വേറെ താമസിക്കാൻ വേറെ ഇടവില്ലെന്ന് കണ്ടിട്ട് അങ്ങനെയാണ് സ്റ്റാർ മാജിക്കിലെ ടീം എല്ലാവരും കൂടെ ചേർന്ന് ഈ അച്ഛനെല്ലാം കൂടെ ചേർന്ന് ഇവർക്ക് വീട് കൊടുക്കുന്നത്. ഈ വീട് കൊടുക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക, രേണുസുതിയുടെ അന്നത്തെ അവസ്ഥ കണ്ടിട്ട് രേണുസുതിക്ക് കൊടുത്തതല്ല, ഈ പിള്ളേരെ ഓർത്തിട്ടാണ് അന്ന് അവർക്ക് വീടും സ്ഥലവും കൊടുത്തത്. ആ വീടും സ്ഥലത്തിനും ആ പിള്ളേർ നല്ല ഹാപ്പി ആയിട്ടുണ്ട്. പിന്നെ എന്താണ് പ്രശ്നം? ബാക്കിയുള്ളവർക്ക് എന്താ ഈ പ്രശ്നം? അത് നല്ലൊരു വീടാണ്, വളരെ നല്ലൊരു വീടാ. അത് നല്ല വീടാ. ഞാൻ ഇതായിട്ട് അതിനെ കുറ്റം പറഞ്ഞിട്ടുമില്ല. ഇപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നമ്മുടെ കാര്യം തന്നെ, നമ്മളാണ് ചെയ്തു. അവരുടെ ഒന്നും ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വമല്ല, അവരങ്ങനെ ഒരു മനസ്സ് വെച്ച തന്നെ നല്ലൊരു കാര്യം. എന്താ നമുക്കൊരു വീടില്ലാത്ത സമയത്ത് വീട് തന്നതും അങ്ങനെ വെച്ച് തരാനായിട്ട് അവർക്ക് ഒരു ഇതെടുത്തതും. ഒരാൾക്ക് ഒരു വീട് ഞാൻ ഒരിക്കലും അവരെ തള്ളി പറയത്തില്ല. നിസ്സാര കാര്യമൊന്നുമില്ല. ഒരാൾക്ക് ഒരു വീട്, ഒരു സ്ഥലവും വീടും കൊടുക്കുന്ന പറയുന്ന നിസ്സാര കാര്യം. പിന്നെ അത് നമ്മൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നോ അത് നമ്മുടെ ഉള്ള കാര്യമാണ്. ഈ പറഞ്ഞതിൽ നല്ല പോയിന്റില്ലേ? അതായത് ഒരു വീടും സ്ഥലവും നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം. അതായത് നമ്മളൊരു ആൾക്കൊരു സഹായം ചെയ്തു. ആ സഹായം ചെയ്ത പാടെ നമ്മൾ പിന്നെ അയാളെ ബുദ്ധിമുട്ടിക്കേണ്ട എന്തില്ലോ ഞാൻ നോക്കി എന്ത് നാട്ടുകാരാണ് ഇതൊക്കെ. അത് നമ്മളിപ്പോൾ പാവപ്പെട്ട ഒരാൾക്ക് എനിക്ക് എൻ്റെ മോക്ക് പഠിക്കാൻ നമ്മൾ കുറേ ഇത് കാണും. നമുക്ക് എൻ്റെ മോക്ക് പഠിക്കാൻ ഫോണില്ല, ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ നന്നായി. അപ്പം ഞാനിപ്പോൾ എൻ്റെ പൈസയും കൊടുത്ത് ഞാനൊരു ഫോൺ ഒരു കൊച്ചിന് മേടിച്ചു കൊടുക്കുക. ആ മേടിച്ചു കൊടുത്ത ഫോൺ പുള്ളിക്കാരി ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പറയുക അത് എന്ത് ഫോണാണ്, ഇത് ഭയങ്കര 15,000 രൂപയുടെ കുറഞ്ഞ ഫോണാണല്ലോ, ഇത് അങ്ങോട്ട് ഭയങ്കര ലാഗ് അടിക്കുന്നു എന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റുമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് എന്നെ ഡെയിലി ഫോൺ വിളിച്ചിട്ട് എനിക്കെതിരെ അതായത് ഇതേപോലത്തെ ചക്കട ഫോണാണ് എനിക്ക് തന്നതെന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ ഒരു ജസ്റ്റ് എക്സാമ്പിളാണ്. ഇതേപോലത്തെ ഒരു പ്രൊഡക്റ്റ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെന്ത് ഫീൽ ചെയ്യും? അതായത് എന്ത് മാങ്ങത്തൊലിക്ക് ഞാൻ ഇതിനെ സഹായിച്ചെന്ന് തോന്നത്തില്ലേ? അതേപോലത്തെ അവസ്ഥ അവർക്കും തോന്നുള്ളൂ. ഇനി ജന്മത്തിന് അവർ അച്ഛനും മറ്റവർ ഇനി ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുമോ? അതായത് ഇന്നത്തെ വ്യക്തമായി പുള്ളിക്കാരൻ പറയുന്നുണ്ട് ഈ വീട് വെച്ച് തന്നത് കിച്ചുവിന് വേണ്ടിയിട്ടാണ്. ആ പുള്ളിക്കാരൻ പറയുന്നുണ്ട് എന്ത് മെയിൻ്റെനൻസ് ആണെങ്കിലും പുള്ളിക്കാരൻ ചെയ്ത് കൊടുക്കാമെന്നൊരു ഓഡിയോ ഉണ്ട്, അത് ഞാൻ കേൾപ്പിച്ച് തരാം. ചെയ്ത് കൊടുക്കാമെന്നുണ്ട്. പക്ഷേ ഇത് വലിഞ്ഞു കയറി വന്നവരൊക്കെ ഇറക്കി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ചെയ്ത് കൊടുക്കുന്നത്. അതായത് ചെറിയ ചെറിയ പോരായ്മകളുണ്ട്. പുള്ളിക്കാരിക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ ഓക്കെ എന്ന് നമുക്ക് പറയാം. ഇത് പക്ഷേ പുള്ളിക്കാരിക്ക് അത്യാവശ്യം ഇൻകം കിട്ടുന്നുണ്ട്. ചെറിയ ചെറിയ മെയിൻ്റെനൻസ് ഒക്കെ ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ. ആ വീഡിയോയുടെ മെയിൻ്റെനൻസിൻ്റെ ആ സാധനം ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. എനിക്കിപ്പം കംഫർട്ടായിട്ട് നിൽക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ കൊല്ലത്തെ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കൊല്ലത്ത് നിൽക്കുന്നത്. അടുത്താണല്ലോ ഇപ്പം ഇവിടെയാണ്. ഇതിനകത്ത് ആ ചെറുക്കൻ വ്യക്തമായി പറയുന്നുണ്ട് ആ പുള്ളിക്കാരന് കംഫർട്ടായിട്ട് നിൽക്കാൻ പറ്റുന്നത് കൊല്ലം സുധിയുടെ വീട്ടിലാണ്. അതുകൊണ്ട് പുള്ളിക്കാരൻ അവിടെ നിൽക്കുന്നുണ്ട്. ഇന്നത്തെ കുറേ ഈ പുള്ളിക്കാരൻ അവിടെ നിൽക്കുന്നതിന് കുറേ എതിർപ്പുമായിട്ട് പുള്ളിക്കാരുടെ രേണുസുധിയുടെ ടീംസ് കുറേ വന്നിട്ടുണ്ടായിരുന്നു.
പിന്നെ ഈ വീടിൻ്റെ വിഷയമായിട്ട് വേറൊരു പുള്ളിക്കാരി, അത് സജീന എന്ന് പറഞ്ഞ സജീന വ്ളോഗ്സ് എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരി അത് പ്രതികരിച്ചിട്ടുണ്ട്. ആ പുള്ളിക്കാരി എടുത്തൊരു റിയാക്ഷൻ, അതിന് എനിക്കൊരു നല്ലൊരു മറുപടി ഉണ്ട്. അതുകൊണ്ടൊന്ന് ആ വീഡിയോ ഒന്ന് കാണാം നമുക്കതിയെ. ആ വീടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നോക്ക്. ഞാൻ ഇപ്പോഴത്തെ എടുത്ത് പറയുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ അത് വെച്ച് കൊടുത്തിട്ട് 1.5 വർഷമേ ആകുന്നുള്ളൂ. അതാണ് മെയിനായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ടുന്ന കാര്യം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ ആ വീടിന്റെ ആ സിറ്റുവേഷൻ നമുക്കൊന്ന് കാണാം. ഇത് ആ വീടിൻ്റെ ടെറസും പാരപ്പറ്റും അങ്ങനത്തെ കുറേ സ്ഥലങ്ങളാണ്. ഇവിടെ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വീട്ടിൽ മറ്റേ ഷീറ്റ് വർക്കൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ നോർമലി മഴ പെയ്യുമ്പോൾ ഇതേപോലത്തെ ഷീറ്റ് വർക്ക് ചെയ്യാത്ത വീട്ടിൽ ചെറിയ ഇതേപോലത്തെ പൊട്ടലും കാര്യങ്ങളൊക്കെ വരും. അത് പാരപ്പറ്റിലും ഇതിലൊക്കെ വരുന്ന സർവ്വസാധാരണ കാര്യം. അതായത് ഷീറ്റ് വെക്കാതെ ഇപ്പം മെയിനായിട്ട് മിക്ക വീടും പണിയുന്നത് എംസാൻഡ് ഇട്ടാണ് പണിയുന്നത്. പണ്ടത്തെ വീടുകളൊക്കെ ആണെങ്കിൽ പിന്നെയും ഉറപ്പ് എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മണൽ മറ്റേ സിമെൻറ്റിലൂടെ മണൽ മിക്സ് ചെയ്യുന്നതുകൊണ്ട് അത് നല്ല ഇതിലിപ്പോൾ നമുക്ക് മണൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ നല്ല റേറ്റാണ് നമുക്കിപ്പോൾ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. എംസാൻഡ് യൂസ് ചെയ്യുന്ന മിക്ക വീട്ടിലും ഈ പൊട്ടലും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. മിക്ക പുതിയ വീട്ടിലും ഇപ്പോൾ പണിയുന്ന മിക്ക പുതിയ വീട്ടിലും ഈ സെയിം പ്രോബ്ലം ഉള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതേപോലെ തന്നെ ഇപ്പോൾ ഒരു സൈഡ് ഇടിഞ്ഞു വരിക. നമ്മുടെ ഇപ്പോൾ ഇവരുടെ ഒരു പാരപ്പറ്റിൻ്റെ ഒരു സൈഡ് ഇടിഞ്ഞു പോവുകയാണെങ്കിൽ, ഫുൾ ക്രാക്ക് ഒന്ന് ഇടിഞ്ഞു പോവുകയാണെങ്കിൽ പറയുന്നതിൽ കാര്യമുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബീഡിങ്ങിൻ്റെ മുകളിലത്തെ ഓരോരോ സാധനങ്ങൾ പോകുന്നേ ഉള്ളൂ. അത് വലിയ ഇഷ്യൂ ആയിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഇത് കോൺക്രീറ്റ് സ്ലാബാണ്. ഇന്നത്തെ മറ്റേ ഇതൊക്കെ ഉണ്ടാവും, അത് കമ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അതെന്തായാലും ഇടിഞ്ഞു പൊളിഞ്ഞു പോകാൻ പോകുന്നില്ല. അത് ഒന്നാമത്തെ കാര്യം. അറിവുള്ള ആരെങ്കിലും വന്ന് കണ്ടു കഴിഞ്ഞാൽ ചെറിയ പൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഈ വീടിൻ്റെ ഫുൾ മെയിൻ്റെനൻസ് എനിക്ക് തോന്നുന്നു ഒരു 10,000-20,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ തീർക്കാന്നേ ഉള്ളൂ. ആ മെയിൻ്റെനൻസ് സുഖമായിട്ട് രേണുസുതിക്ക് ഇപ്പോഴത്തെ ഒരു നിലയിൽ വെച്ച് അഫോർഡ് ചെയ്യാൻ പറ്റും. അതേ ഞാൻ പറഞ്ഞുള്ളൂ. അതായത് പുള്ളിക്കാരി പറയുന്ന കേട്ടത്തൊന്നും ആ വീടിന് ഇനിയൊരു 50 ലക്ഷം രൂപയുടെ പണിയുള്ള രീതിയിലാണ് പറയുന്നത്. 10,000-20,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ആ വീടിൻ്റെ മെയിൻ്റെനൻസ് തീർക്കാന്നേ ഉള്ളൂ. ചെറിയ അറ്റകുറ്റപ്പണികൾ തീർക്കാന്നേ ഉള്ളൂ. അതിനുള്ള പണി മാത്രമേ ഉള്ളൂ ആ വീട്ടിൽ. 1.5 വർഷം പഴക്കമുള്ള ഒരു വീടിന്റെ അവസ്ഥയാണ് നിങ്ങൾ ഈ കണ്ടത്. ഇത് ഇമാജിൻ ചെയ്തതോ എഐയോ ഒന്നുമല്ല, ലൈവ് കറണ്ട് സിറ്റുവേഷനാണത്. ഓക്കെ, അപ്പോൾ ഇത് കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഒരു 10, 25, 26 വർഷം 10, 30 വർഷം കഴിഞ്ഞാൽ പോലും ഒരു പക്ഷേ ഇതേപോലെ വീട് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ കൊണ്ടാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആരൊട്ട് സഹായിക്കത്തൂല, സഹായം ചെയ്തവരെ ചൂഷണം ചെയ്യുകയും ചെയ്യും. അതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. അതായത് 5 പൈസ മുടക്കത്തുമില്ല, ഇവരാരും 5 പൈസ മുടക്കത്തുമില്ല. എന്നാൽ ഇതേപോലെ എന്തെങ്കിലും സഹായം ചെയ്ത് അത് ഇപ്പോൾ ഇവർ പറയുന്നൊരു പോയിന്റ് ഉണ്ട്. അതായത് സ്വന്തമായിട്ട് രേണുസുതിയുടെ സ്വന്തം പൈസയ്ക്ക് ആ വീടും സ്ഥലവും മേടിച്ചിട്ട് രേണുസുതി ഇതേ കോൺട്രാക്ടിനെ ഏൽപ്പിച്ചിട്ട് ഇതേപോലെ കെട്ടിപ്പൊക്കിയിട്ട് പറയുകയാണെങ്കിൽ, ഈ 1 വർഷം കൊണ്ട് പറയുന്ന കണക്ക് പറയുന്നതാണെങ്കിൽ അർത്ഥമുണ്ട്. ഇത് ഇവരുടെ കരച്ചിൽ കണ്ടിട്ട് ഈ കൊച്ചുങ്ങൾ മറ്റേ ഈ ഇതേപോലെ തന്നെ എങ്ങോട്ട് പോകണമെന്ന് അറിയാത്ത രീതിയിലൊരു സിറ്റുവേഷൻ നിൽക്കുന്ന സമയത്ത് ഇതേപോലെ ഒരാൾ സഹായം ഒന്ന് ചെയ്യുമ്പോൾ ഒരു അച്ഛനും ഇവരും ഇതേപോലെ സ്ഥലവും കൊടുത്തു, ഇതേപോലെ വീടും വെച്ച് കൊടുക്കുന്ന സമയത്ത് അവരുടെ തള്ളയ്ക്കും വിളിച്ച് നാഴിക്ക് 40 വട്ടം ഇൻ്റർവ്യൂ കൊടുത്ത് നടക്കുന്നത് ശരിയായ കാര്യമേ അല്ല. അത് എത്ര ന്യായീകരിക്കുക എന്ന് പറഞ്ഞാലും ശരിയായ കാര്യമല്ല. പക്ഷേ ആ കിച്ചു എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ, ആ ചെറുക്കന് ഇച്ചിരി വിവരമുണ്ട്. ആ ചെറുക്കന് വ്യക്തമായി ആ ചെക്കൻ നല്ല രീതിയിൽ പറയുന്നുണ്ട്. അതായത് ആ വീടിന് യാതൊരു കുഴപ്പമില്ല, ചെറിയ അറ്റകുറ്റപ്പണികളുണ്ട്, അത് ചെയ്യേണ്ടത് നമ്മളാണ്, അത് താമസിക്കുന്ന നമ്മളാണ്. അതായത് നമ്മളൊരു സാധനം വാങ്ങിച്ചു, അതിൻ്റെ മെയിൻ്റെനൻസ് ആ കോൺട്രാക്ടർ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് എവിടുത്തെ ന്യായമാണ്? നിങ്ങൾക്ക് വീടും വേണം, സ്ഥലവും വേണം. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യുന്ന മാസം വരുന്ന കറണ്ട് കാശും മറ്റേ വാട്ടർ ബില്ലും കൂടെ പുള്ളിക്കാരൻ അടയ്ക്കാൻ പറ, ഫ്രീ ആയിട്ട് കിട്ടിയത് തരാം, അതും കൂടെ അടയ്ക്കാൻ പറ. ഇതിൽ കൂടുതൽ എങ്ങനെ ഒരാൾക്ക് ഒരു സഹായം ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടച്ചുറപ്പുള്ള എത്രയോ പേർക്ക് വീട് കിട്ടാണ്ട് തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നു. അങ്ങനത്തെ ഉള്ള സാഹചര്യത്തിൽ ഒന്നും അല്ല പുള്ളിക്കാരി, അങ്ങനെയുള്ള സാഹചര്യം വിട്ടുകൊടുക്കാൻ പോലും മറ്റേ ഈ സ്റ്റാർ മാജിക്കിലെ ടീംസ് തയ്യാറായില്ല. അവർ നല്ല രീതിയിൽ ഒരു വീട് വെച്ച് കൊടുത്തു. അതിനുള്ള പ്രത്യേകപരമായിട്ടാണ് ഇപ്പോൾ ഇതേപോലത്തെ ഒരു പരിപാടി ചെയ്തു വരുന്നത്. അവിടെ ഇവിടെ പൊളിഞ്ഞു കിടക്കുന്നില്ല. ഇവിടെ ഓക്കെ, ഇതൊരു 10 വർഷമായ വീടാണെന്ന് പറഞ്ഞാൽ അന്തസ്, മിനിമം ഒരു 5 വർഷമായെന്ന് പറഞ്ഞ വീടാണെങ്കിലും അന്തസ്. ഇത് പറയുന്ന സമയത്ത് രേണുസുതിയുടെ ഒരു ചിരിയുണ്ട്. അതായത് ശാരിക, അത് പറ്റിയ കമ്പനിയാണ്, രണ്ടുപേരും പറ്റിയ കമ്പനി ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അതായത് ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരി എന്ത് അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പുള്ളിക്കാരി ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുത്തത്? അത് 1 വർഷത്തെ ഇതാണെങ്കിൽ, അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത്, അതായത് ഇവരാരെങ്കിലും വെച്ച് കൊടുക്കുന്നുണ്ടോ? അതായത് ഇവരുടെ ഈ യൂട്യൂബ് ചാനലോ ഇവരുടെ ഈ ടീംസോ എന്തെങ്കിലും വെച്ച് കൊടുക്കുന്നുണ്ടോ ഇവർക്ക്? മറ്റേ രേണുസുതിക്ക് എന്തെങ്കിലും? അത് രേണുസുതി ഇതേപോലെ മറ്റേ അവിടെ ഒരു ഗതിയും പരഗതിയില്ലാണ്ട് നിന്ന സമയത്ത് ഇവരാരെങ്കിലും സഹായിക്കാനോ തിരിഞ്ഞു പോയി നോക്കിയിട്ടുണ്ടോ? ഇല്ല. ഇപ്പം എന്തുകൊണ്ടാണ് രേണുസുതിയുടെ ഇൻ്റർവ്യൂ എടുക്കാൻ വന്നത്? അത് ഇവർക്കൊരു ഫെയിം കിട്ടിയോണ്ട്, ഇപ്പോൾ ഒരു ഫെയിം പോപ്പുലറായിട്ട് നിൽക്കുന്നതുകൊണ്ടല്ലേ ഇപ്പോൾ ഇവർ ഇൻ്റർവ്യൂ എടുക്കാൻ വരുന്നത്.
അകത്തിന് കുഴപ്പമില്ല, നീറ്റായിട്ടൊക്കെ തന്നെ വീട് നോക്കുന്നത്. പക്ഷെ പുറത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇങ്ങനെയാണോ വീടുണ്ടാക്കി കൊടുക്കുന്നത്? നമ്മളൊരാൾക്ക് ശരിയാണ്, അവര് അതുല്യ കലാകാരനായ സുധിച്ചേട്ടന്റെ വൈഫാണ്, പിന്നെ അവര് അന്തസ്സായിട്ട് പണി, അവരൊരു കലാകാരിയാണ്, ഇപ്പോൾ അവർ കലയിലൂടെയാണ് ജീവിക്കുന്നത്. അവർക്ക് അന്നത്തെ സമയത്ത് ഒരുപാട് ആൾക്കാർ സോഷ്യൽ മീഡിയയിലൂടെ അന്നത്തെ അവരുടെ ആ ഒരു സമയത്ത് സഹായം കാണിച്ച സുമനസ്സുകൾക്ക് നന്ദി, ഇല്ലെന്നൊന്നും പറയത്തില്ല. പക്ഷേ അതിലൊരു കുറ്റം ഉണ്ടായാൽ അവർ അടിമയല്ല, അവരെ ആരും മറ്റേ അരി കൊടുത്ത് വാങ്ങിച്ചതല്ല, അവരെ ആരും മറ്റേ ഓരോരുത്തരും ബാട്ടർ സിസ്റ്റം പോലെ ഇവിടെ കൊണ്ട് എല്ലാ മാസവും അവർക്ക് തിന്നാനുള്ള പലതരത്തിൽ സാധനങ്ങൾ ഇവിടെ നടത്തുന്നില്ല. ഇവരിത് എന്ത് ലോജിക്കിലാണ് പറയുന്നത്? അത് ശാരിക പറയുന്ന കാര്യം എനിക്കൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ ചേച്ചി, ഇത് അവർ ഫ്രീ ആയിട്ട് ചെയ്തു, എനിക്ക് എൻ്റെ ഒരു ഇഷ്ടപ്രകാരം ഞാൻ ഒരാളെ സഹായിച്ചു, ആ സഹായത്തിന് എങ്ങനെ ഇതേപോലെ കുറ്റം പറയണമെന്ന് ഞാൻ ആലോചിക്കുന്നു. ഇവരൊക്കെ അവിടെ പോട്ടെ, ഞാനൊരു പാവപ്പെട്ട ഒരാൾക്ക് ഒരു ഫോണില്ല, ഒരാൾക്ക് ഒരു ഫോണില്ല, ഒരു പഠിക്കാൻ ഒരു കൊച്ചിന് ഫോണില്ല, അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പില്ല, പഠിക്കാൻ ലാപ്ടോപ്പില്ല, ഞാനൊരു സഹായം ചെയ്തു, ഇന്നൊരു ലാപ്ടോപ്പ്, ഇന്നൊരു കമ്പനിയുടെ ലാപ്ടോപ്പ് ഞാൻ മേടിച്ചു കൊടുത്തു. ആ ലാപ്ടോപ്പ് കൊള്ളത്തില്ല, ഹാങ് ആണ്, തേങ്ങയാണെന്ന് പറഞ്ഞാൽ ആ കൊച്ചു ഒരു വീഡിയോ ആയിട്ട് എന്നെ ഡീഗ്രേഡ് ചെയ്യുന്ന പോലത്തെ ഒരു വീഡിയോ ആയിട്ട് വന്നു കഴിഞ്ഞാൽ എനിക്കെന്ത് ഫീൽ ചെയ്യും? അതേപോലെയല്ല കോൺട്രാക്ടർ അച്ഛനും ഫീൽ ചെയ്യുള്ളൂ, അച്ഛനും കോൺട്രാക്ടറിനും ഫീൽ ചെയ്യുള്ളൂ. അത് അത്രയും നല്ലൊരു വീട് വെച്ച് കൊടുത്തിട്ട് അതിന് ചെറിയ ചെറിയ പണികളുണ്ടാവും. അത് ചെറിയ അതായത് ഇപ്പോൾ ആ വീട് മൊത്തം ഇപ്പോൾ വെച്ച സ്ഥലത്ത് വീട് മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുകയാണ്. ഈ പറഞ്ഞൊരു കാര്യമുണ്ട്. ആ പാരപ്പറ്റിയിലും അവിടെ നിന്നൊക്കെ ചെറുതായിട്ടിരുന്നു. പിന്നെ ചെറിയ പെയിൻറ്റ് പൊഴിച്ചിലുണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞു 10-20,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഫുൾ മെയിൻ്റെനൻസ് ചെയ്യാം. ഇത് മെയിൻ്റെനൻസ് വർക്ക് ചെയ്യാനുള്ള ആസ്തി ഇപ്പോൾ രേണുസുധിക്കില്ലേ? ഈ ആസ്തി ഇല്ലാത്ത ഒരാളാണെങ്കിൽ പിന്നെയും പറയുന്നതിൽ കാര്യമുണ്ട്. നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുത്ത പ്രോപ്പർട്ടി ഇങ്ങനെ കണക്ക് പറയുന്നത് ഭയങ്കര ഇതാട്ടോ. ഇപ്പം അവൾക്ക് ഡൗൺ ആവാൻ മനസ്സില്ല, അവൾക്ക് സോഷ്യൽ മീഡിയയിൽ കത്തി തന്നെ നിൽക്കണം, അവൾക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ടേ. അപ്പം എന്ത് ചെയ്യും? ചെറുതായിട്ടൊന്ന് ഡിം ആകുമ്പോഴത്തേക്ക് ഒരേ കണ്ടന്റ് എടുത്തങ്ങ് ഇട്ട് തരും, ഓരോ വിഷയങ്ങൾ എടുത്തങ്ങ് ഇട്ട് തരും. ഇപ്പം വീണ്ടും കത്തിക്കാനാണെന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അതായത് ഈ പുള്ളിക്കാരി ബിഗ് ബോസിൽ കയറുന്ന സമയത്ത് ഭയങ്കര നെഗറ്റീവായിട്ടാണ് കയറുന്നത്. പിന്നെ ഹൗസിലെത്തി കുറേ പേർക്ക് ഈ പുള്ളിക്കാരി നെഗറ്റിവിറ്റിയൊക്കെ മാറി, പുള്ളിക്കാരി കൂട്ടത്തിൽ നല്ല സ്വഭാവമൊക്കെ നല്ലതാണെന്ന് തോന്നി. അങ്ങനെ നല്ല പോസിറ്റീവായി വന്ന ഒരാളായിരുന്നു രേണുസുധി. ആ പുള്ളിക്കാരി അവിടെ ഹൗസിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല, പക്ഷേ അത്രയും വിഷമല്ലെന്ന്, നമ്മൾ വെളിയിൽ കാണുന്ന അത്ര വിഷം അകത്തില്ലെന്ന് നമ്മൾ കണ്ടപ്പോൾ നമുക്ക് തോന്നി. അപ്പം നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി, കുറേ പേര് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. പക്ഷേ എനിക്കും പുള്ളിക്കാരിയുടെ അവിടെ ഹൗസിൽ നിന്ന സമയത്ത്, ഞാൻ ഹൗസ് കണ്ട സമയത്ത് എനിക്ക് പുള്ളിക്കാരുടെ സ്വഭാവം ഇത്രയും വലിയ കുഴപ്പം തോന്നില്ല. പക്ഷേ തിരിച്ചിറങ്ങിയിട്ട് പിന്നെ പുള്ളിക്കാർ വീണ്ടും ഉൾട്ട അടിച്ചു പോലെ ഇതേപോലത്തെ പരിപാടി ചെയ്യുമ്പോഴത്തേക്കും കാണുന്നവർക്ക് വിഷമം വരും. പിന്നെ ബിഗ് ബോസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അനുമോളുടെ കേസ് തന്നെ എടുത്തോ. അനുമോൾ ഇപ്പോൾ ബിഗ് ബോസിൽ കയറുന്നതിന് മുന്നേ നല്ല പോസിറ്റീവായി നല്ലൊരു ക്യാരക്ടറാണ്, എല്ലാവർക്കും ഇഷ്ടമായി. ഞാൻ പോലും വിചാരിച്ചില്ല അനുമോൾ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ അല്ല, ഇങ്ങനത്തെ ഒരു ആളാണെന്നോ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറാണെന്ന് ഞാൻ പോലും സ്വപ്നം വിചാരിച്ചില്ല. അതായത് ബിഗ് ബോസിൽ പോയപ്പോഴത്തേക്ക് ഒറ്റയടിക്കാണ് അനുമോളുടെ ഇത് ഫ്ലിപ്പായത്. ഞാൻ വെച്ചാൽ അനുമോൾ ഭയങ്കര പൊട്ടിപ്പെണ്ണായിരിക്കും, ഇതേപോലത്തെ ഭയങ്കര പൊട്ടിപ്പെണ്ണ്. ഞാൻ വെച്ചാൽ ഈ പെണ്ണൊക്കെ ബിഗ് ബോസിൽ പോയാൽ എങ്ങനെ സർവൈവ് ചെയ്യും, പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടുമായിരിക്കും എന്ന് വിചാരിച്ച് നമുക്ക് ഇപ്പോഴത്തേക്കും പുള്ളിക്കാരി നല്ല ബോൾഡും മറ്റേ ഇതും ക്യാരക്ടർ ഫുൾ ട്വിസ്റ്റും ഭയങ്കര കുത്തിത്തിരിപ്പും. അങ്ങനെ എനിക്ക് പേഴ്സണലി അനുമോളുടെ ഗെയിം ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ എന്നാലും പുള്ളിക്കാരി കപ്പടിച്ചു, അതൊക്കെ ഓക്കെ. പക്ഷെ എന്നാലും ഞാൻ പറയുന്നത് ആ പുള്ളിക്കാരി ഇറങ്ങിയ സമയത്ത് അനീഷിന് കിട്ടിയ സപ്പോർട്ട് ഇപ്പോൾ അനുമോക്ക് കിട്ടുന്നില്ല. അനുമോക്ക് പണ്ടത്തെ അനുമോളോട് ഉള്ള ഇഷ്ടം കുറേ പേർക്ക് പോയി തുടങ്ങി. അത് അനുമോളെ ഇഷ്ടപ്പെട്ട കുറേ പ്രേക്ഷകർക്ക് ഇപ്പോൾ അനുമോളെ ഇഷ്ടമല്ല. അത് കുറേ ഫാമിലി ഓഡിയൻസ് കുറേ പേർക്ക് ഇഷ്ടമാണ്, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. എന്നാലും 0% നെഗറ്റീവായിരുന്ന ഒരാൾക്ക് ഒരു 70% നെഗറ്റീവാക്കി കൊടുത്തു, അത് ബിഗ് ബോസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം. പക്ഷേ ഇവിടെ രേണുസുധിക്ക് കിട്ടിയൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുസുധി ഭയങ്കര 100% നെഗറ്റീവായിട്ട് കയറിയത്, അത് 100% പോസിറ്റീവായിട്ട് പുള്ളിക്കാരിക്ക് ഇറങ്ങാൻ പറ്റി. പിന്നെയും തിരിച്ചു വന്ന് ആ പോസിറ്റീവായിട്ട് രീതിയിൽ തന്നെ ഇതേപോലെ വീഡിയോസൊക്കെ ചെയ്ത് നല്ല രീതിയിൽ പോകുമായിരുന്നു. പക്ഷേ പുള്ളിക്കാരി വീണ്ടും അത് നെഗറ്റീവായി മാറി. ഇതിനകത്ത് ഞാനൊരു ഓഡിയോ കേൾപ്പിച്ചു തരാം. ആ ഓഡിയോ നിങ്ങളൊന്ന് കണ്ടു. അതായത് നമ്മുടെ പുള്ളിക്കാരൻ, അതായത് നമ്മുടെ ഇത് വീട് വെച്ചു കൊടുത്ത പുള്ളിക്കാരൻ്റെ ഓഡിയോ, അതൊന്ന് കണ്ടു നോക്കാം. ഈ രേണുസുധിയും അതേപോലെ തന്നെ അവരുടെ അച്ഛൻ തങ്കച്ചനൊക്കെ നിരന്തരമായിട്ട് നമുക്കെതിരെ പല സമയങ്ങളിലും വീട് അങ്ങനെ വീട് ഇങ്ങനെ അത് ഇത് മറ്റേന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആരോപണങ്ങൾ ഇങ്ങനെ നിരന്തരമായിട്ട് ഉന്നയിക്കുമ്പോഴും ഓരോ സമയത്തും ഓരോ അലിഗേഷൻസ് വരുന്ന സമയത്തും ഞാൻ കിച്ചുവിനെ കോൺടാക്ട് ചെയ്യാറുണ്ട്. കിച്ചു, നിനക്ക് വീടിനെ കുറിച്ച് എന്തെങ്കിലും കംപ്ലൈൻറ്റ്സോ എന്തെങ്കിലും പറയാനുണ്ടോ? കിച്ചു പറയില്ലേക്ക, ഞാൻ വളരെ ഹാപ്പിയാണ്, എനിക്ക് ആ വീട് വളരെ ഹാപ്പിയാണെന്ന് പറയും. അപ്പം ഞാൻ കിച്ചുവിനോട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പേഴ്സണലി ഞാൻ പറഞ്ഞു, കിച്ചു ഇത് വന്നിട്ട് നീ പബ്ലിക്കിൻ്റെ മുന്നിലൊന്ന് പറ.
കണ്ടോ? അത് ഈ കോൺട്രാക്ടർ വിളിക്കുന്നത് കിച്ചുവിന് വേണ്ടിയിട്ടാണ് ഇവരെല്ലാവരും വീട് വെച്ച് കൊടുത്തത്. അവനോട് ചോദിക്കുന്നുണ്ട് ഈ വേറെ പ്രശ്നമുണ്ടോ എന്ന് വിളിച്ച് ചോദിക്കുന്നത്. അത് അയാളുടെ മര്യാദ. പബ്ലിക്കിന്റെ മുന്നിൽ ഞങ്ങളെ ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഈ തങ്കച്ചനും അതേപോലെ തന്നെ രേണുവും കൂടെ. നീ എപ്പോഴെങ്കിലും ഇത് പബ്ലിക്കിന്റെ മുന്നിലിട്ട് പറ, ഞങ്ങൾക്ക് തന്ന എനിക്ക് കിട്ടിയ വീടിന് അല്ലെങ്കിൽ എനിക്കും എൻ്റെ അനിയനും കിട്ടിയ വീടിന് ഞാൻ വളരെ സന്തുഷ്ടനാണ്, അല്ലെങ്കിൽ അതിന് ഇന്ന പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ പ്രശ്നങ്ങൾ, നീ എണ്ണി പറയാം. നീയാണ് അതിന് ഏറ്റവും പബ്ലിക്കിന്റെ മുന്നിൽ പറയാനുള്ള ഏറ്റവും എന്താ പറയുക. അത് ആ ചെറുക്കൻ ഇന്നാളെ എന്ന ലൈവിൽ വ്യക്തമായി പറയുകയും ചെയ്തു. അത് പുള്ളിക്കാരൻ അതിൽ വലിയ വ്യക്തമായി ഹാപ്പിയാണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. വ്യക്തമായി അതിൽ ആ ചെറുക്കൻ നല്ല മെച്ചുവേർഡായിട്ട് ഹാൻഡിൽ ചെയ്ത് അത് ആ ചെറുക്കൻ വ്യക്തമായി പറയുന്നുണ്ട്. അതായത് ആ വീട് ആകുമ്പോൾ ചെറിയ അറ്റകുറ്റപ്പണിയുണ്ട്, അത് ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യത, അതെങ്ങനെ അവർ ചെയ്യേണ്ട എന്ന് ആ പുള്ളിക്കാരൻ വ്യക്തമായി പറയുന്നുണ്ട്. അർഹതയുള്ള ഒരാൾ. കാരണം വെച്ചാൽ നിനക്കും നിന്റെ അനിയനാണ് ഞങ്ങൾ ഈ വീട് തന്നിരിക്കുന്നത്. നിനക്ക് എന്ന് ആ വീടിനകത്ത് നിനക്ക് എന്ന് അൺകംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും മെയിൻ്റെനൻസ് നിനക്ക് വേണമെന്ന് തോന്നുന്നു, നീ എന്നെ വിളിച്ചോ, ഞാനത് ചെയ്തു തരും. എൻ്റെ കൂടെ മുന്നേ ഉണ്ടായിരുന്ന ആൾക്കാർ ആരും ഇല്ലെങ്കിൽ പോലും ഞാനത് ചെയ്തു തരും. കാരണം വെച്ചാൽ മുന്നേ എൻ്റെ ഡ്യൂട്ടി അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ട്രക്ചർ വരെയുള്ളത് മാത്രമായിരുന്നു. ബാക്കിയെല്ലാം ഓരോ ആൾക്കാർ വന്നിട്ട് അത് കംപ്ലീറ്റ് ചെയ്ത് പോകുമായിരുന്നു, പാർട്ടായിട്ട്. അപ്പോൾ എൻ്റെത് സ്ട്രക്ചർ വരായിരുന്നു, പക്ഷേ എൻ്റെ ഓൾ റെസ്പോൺസിബിലിറ്റി എൻ്റെ തലയിലായി. അതിൻ്റെ നല്ല സൽപ്പേരാണെങ്കിലും ചീത്തപ്പേരാണെങ്കിലും എൻ്റെ തലയിൽ തന്നെയാണ് വന്നുപോയത്. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പ്രതികരിക്കാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പോയിട്ടുമില്ല. എന്താ വെച്ചാൽ ആൾക്കാർ ഒന്നും അറിയാതെ കുറേ ആൾക്കാർ ബ്ലെയിം ചെയ്യാൻ വരും, അങ്ങനെ വരും, ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ ഇതിനെല്ലാവർക്കും മറുപടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന് മാത്രമേ നമുക്ക് സമയം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാനത് ഇഗ്നോർ ചെയ്താണ്. പക്ഷേ റീസെൻ്റ്ലി 2 days ബിഫോറാണ് കിച്ചു എനിക്ക് ഈ വീഡിയോയുടെ ലിങ്ക് അയച്ചത്. എനിക്ക് ഭയങ്കര ഹാപ്പി. എന്ന് വെച്ചാൽ കിച്ചുവാണ് അതിൻ്റെ യഥാർത്ഥ അവകാശി. അവിടെ ഇതിനെക്കുറിച്ച് വിളിച്ചു പറഞ്ഞിരുന്ന ശാരികയോ അല്ലെങ്കിൽ മറ്റ് തങ്കച്ചനോ അല്ലെങ്കിൽ അവരൊന്നും അല്ല അവകാശി. കിച്ചുവിൻ്റെ അനിയനാണ്. അവർ രണ്ടുപേരുമാണ് അവിടെ താമസിക്കേണ്ടതും. അവിടെ മറ്റുള്ള ആൾക്കാർ കംപ്ലീറ്റ് വലിഞ്ഞു. അതെ, ഇവരെ എന്തിനാ ഈ വീട് വെച്ചു കൊടുത്തത്? ഇത് വെച്ചു കൊടുത്തത് എന്തിനാ? അത് ഇവരുടെ ദയനീയമായ ഈ പിള്ളേരുടെ ദയനീയമായ അവസ്ഥ കണ്ടിട്ടാണ് ഇവരെല്ലാവരും വീട് വെച്ചു കൊടുത്തത്. അത് ഇവരുടെ വീടാണത്. കയറി വന്നിട്ട് കുറേ എണ്ണം അവിടെ കിടന്ന് താമസിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഈ വീടിനെ കുറിച്ച് ഇത്രയും മോശം പറയാൻ എന്ത് അവകാശമാണുള്ളത്? അവർക്ക് ആർക്കും അങ്ങനെയാണോ ഞങ്ങൾ വീടുണ്ടാക്കി കൊടുത്തുള്ളത്? അതുകൊണ്ട് തന്നെ കിച്ചുവിനോട് ഞാൻ അന്നും ഇന്നും ഞാൻ പറയുന്നുണ്ട്, കിച്ചു നീ എന്ന് അവിടെ താമസിക്കുന്നോ, നിനക്ക് എന്തെങ്കിലും പ്രശ്നം ആ വീട്ടിലുണ്ടോ, നീ എന്നെ വിളിച്ചോ. എൻ്റെ ഒരു ബ്രദറിനെ പോലെ നിന്റെ ഒരു ബ്രദറിനെ പോലെ നീ എന്നെ കണ്ട് എന്നെ വിളിച്ചോ. നിനക്ക് വന്നിട്ട് ഞാനത് ഫ്രീ ആയിട്ട് ചെയ്തു തരും. അത് ഇന്നും ഞാൻ ആ വാക്ക് കിച്ചുവിന് കൊടുക്കുന്നുണ്ട്. കിച്ചും അവൻ്റെ അനിയനും എന്നവിടെ താമസമാക്കുന്നു. ഈ വലിഞ്ഞു കയറി വന്നുള്ള ആൾക്കാർ കംപ്ലീറ്റ് അവിടെ നിന്ന് എന്നിറങ്ങി പോകുന്നുള്ളൂ. അന്ന് നമ്മളവിടെ പോയിട്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്തു തരും. അവിടുത്തെ ആ വീട് എന്ന് പറഞ്ഞാൽ മഹാ അലമ്പാക്കിയിട്ടിരിക്കും. ഈ പറയുന്ന ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഈ ശാരികയും മറ്റുള്ളവരും പറയും, ഈ ശാരികയൊക്കെ പോയിട്ട് അവിടുത്തെ വീടിൻ്റെ ആ ടോയ്ലറ്റിൻ്റെ ഒക്കെ ഒരു വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യട്ടെ. എന്ത് വൃത്തികെട്ട രീതിയിലാണ് അവരത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് പറയാം. വളരെ മോശമായ രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്തത്. അവർക്ക് അറിയില്ല ഒരു വീട് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെന്ന് അറിയില്ല. എന്നിട്ടും അവർ എന്താ പറയുക, വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും നമ്മളെ താറടിച്ച് കാണിക്കാൻ വേണ്ടി നിരന്തരമായിട്ട് എന്നെ എന്തൊക്കെയാ ആ സ്ത്രീ വിളിച്ചെന്ന് പറയോ. ആ സ്ത്രീ ഒരു കാര്യം ഓർക്കുന്നത് നല്ലതാണ്. ആ സ്ത്രീയും ഞാനും തമ്മിൽ കുറേ കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ ഡിസ്കഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആ വീടിൻ്റെ സമയത്ത് നടന്നിട്ടുണ്ടായിരുന്നു. അന്ന് ദൈവവും അതിനേക്കാളും അപ്പുറം ഈ ലോകത്ത് ദൈവത്തിൻ്റെ മേലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ രീതിയിലൊക്കെയാണ് എന്നെ അവർ വിളിച്ചിരുന്നതും ബഹുമാനിച്ചിരുന്നതും സംസാരിച്ചിരുന്നതൊക്കെ. ആ നാവ് കൊണ്ട് തന്നെ വളരെ വൃത്തികെട്ട രീതിയിലാണ് ആ സ്ത്രീ എന്നെ ഉപമിച്ചിരുന്നതൊക്കെ. ഞാനതിന് മറുപടി പറയാനോ ഒന്നിനും പോയിട്ടില്ല. നമുക്കതിൻ്റെ ആവശ്യമില്ല. എന്ന് വെച്ചാൽ നമുക്ക് അവരുടെ ലെവലിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. അവർ ഒരു ലെവലുണ്ട്, നമുക്കൊരു ലെവലുണ്ട്. എനിവേ കിച്ചു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. കിച്ചു തന്നെയാണ് അതിൻ്റെ യഥാർത്ഥ അവകാശി. കിച്ചു എന്നാണ് അവിടെ താമസിക്കാൻ പോകുന്നത് അന്ന് ഞങ്ങൾ അതിൻ്റെ ആ വീടിൻ്റെ മെയിൻ്റെനൻസ് ഒക്കെ ഞാൻ പേഴ്സണലി പേഴ്സണലി ഞാൻ ചെയ്തു കൊടുക്കും. അതിനകത്ത് ഒരു സംശയമില്ല. ഇതിൻ്റെ അയാൾ വ്യക്തമായി പുള്ളിക്കാരൻ ഇത് ചെയ്ത കോൺട്രാക്ടർ പുള്ളിക്കാരൻ വ്യക്തമായി പറയുന്നുണ്ട്. അതായത് എന്ന് കിച്ചു അവിടെ കിച്ചുവിനും എൻ്റെ അനിയനും താമസിക്കാൻ വരുന്നു, എന്ത് മെയിൻ്റെനൻസ് ഉണ്ടെങ്കിലും പുള്ളി ചെയ്തു തരാം. ഇതിൽ കൂടുതൽ മര്യാദയ്ക്കായിട്ടൊരു റിപ്ലൈ എങ്ങനെ ഒരാൾ പറയുന്നത്? പിന്നെ ശാരികയുടെ കേസ്, അത് ഏതൊരു കോയിനും 2 സൈഡ് ഉണ്ടല്ലോ. അത് നിങ്ങളെപ്പോഴും മിക്കവരും കേട്ടുകൊണ്ടിരിക്കുന്ന രേണുവിൻ്റെ സൈഡ് മാത്രമാണ്. അത് രേണു ഇത്രയും പോപ്പുലർ ആയതുകൊണ്ട് രേണു പറയുന്ന വീഡിയോസ് ഇടുന്ന സമയത്ത് കുറച്ച് പേർക്ക് റീച്ച് കിട്ടും. ഇവർ പറയുന്ന വീഡിയോസിന് റീച്ച് കിട്ടുന്നില്ല. ആ 2 സൈഡും കേൾക്കണം. അത് ഈ സൈഡും എല്ലാ കോയിനും 2 സൈഡുണ്ട്. ഈ സൈഡുണ്ട്, ആ സൈഡുണ്ട്. ആ 2 സൈഡിലേക്ക് ഇത് കണ്ടിട്ട് നിങ്ങൾ ഏതാണെന്ന് ശരിയെന്ന് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതായത്
ഇതേപോലെ ഒരാൾക്ക് ഫ്രീ ആയിട്ട് ദയനീയ അവസ്ഥ കണ്ട് ഫ്രീ ആയിട്ടൊരു വീട് വെച്ച് കൊടുത്തിട്ട് അതേ ആൾ തന്നെ വീഡിയോയും ചെയ്ത് വീട് മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയാൻ പാടില്ല. ഇതേപോലെ പറഞ്ഞ പോലെ വീട് മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയാൻ പാടില്ല. അത് ഇതേപോലെ ഒരു വീട് കൊടുത്താൽ മാത്രം പോരാ, അത് വീട് മേടിച്ചാൽ തന്നെ ആ വീട് മെയിൻറ്റെയിൻ ചെയ്തില്ല, പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ആ വീടിന് കേടുപാടുകൾ ഉണ്ടാവും. പിന്നെ ഈ പുറത്ത് വന്ന കുറച്ച് അല്ലറ ചില്ലറ കേട്, അത് ഇല്ലെന്ന് പറയുന്നില്ല. ഈ വീഡിയോയിൽ കാണുന്ന അവൻ്റെ നമ്മൾ കണ്ട വീഡിയോയിൽ ചെറിയ ചെറിയ കേടുപാടുകളുണ്ട്, ചെറിയ പാരപ്പെട്ട് ചെറിയ ചെറിയ പൊട്ടലോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ 10,000-20,000 കൊടുത്തു കഴിഞ്ഞാൽ അത് റിപ്പയർ ചെയ്യാന്നേ ഉള്ളൂ. പക്ഷേ അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ആസ്തി ഇപ്പോൾ രേണുസുതിക്കുണ്ടോ? ഉണ്ട്. അപ്പോൾ അത് രേണുസുതിക്ക് ചെയ്യാൻ പറ്റുമോ? പിന്നെ എന്തുകൊണ്ടാണ് രേണുസുതി പണ്ടത്തെ പോലെയാണോ ഇപ്പോൾ? അത് ഒരു ഗതിയും പരഗതി ഇല്ലാണ്ട് അല്ലല്ലോ ഇപ്പോൾ നിൽക്കുന്നത്. രേണുസുതിക്ക് ഇപ്പോൾ പഴയ പോലെ, പഴയതിനകത്ത് ഭയങ്കരമായിട്ട് ലൈഫ് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ലൈഫിൽ ഹെൽപ്പ് ചെയ്ത ആൾക്കാരെ ചവിട്ടി താഴ്ത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ലൈഫിൽ ഒരു സർട്ടൻ പോയിന്റ് എത്തുമ്പോൾ വീണ്ടും നമ്മൾ താഴെ തന്നെ നിൽക്കും. ആ സമയത്ത് നമ്മൾ ഈ സഹായിച്ചവരൊക്കെ ഇതേപോലെ നിന്നൊരു കളിയാക്കും. അപ്പോഴെത്തുള്ളൂ ഇത് നമ്മുടെ ഒരു കർമ്മ എന്ന് പറഞ്ഞ സാധനമുണ്ട്, അത് തിരിച്ച് കിട്ടും. എന്തായാലും ഇതേപോലത്തെ അപ്ഡേറ്റ്സാണ് നമ്മുടെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക.